ഈ നമ്മുടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു 80% ആൾക്കാരും ആശ്രയിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ 80% ഞാൻ കണ്ടൊരു കാര്യമാണ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ കണ്ടൊരു കാര്യം. ഡോക്ടർ പറഞ്ഞ പോലെ ഒരു തലവേദന വരികയാണെങ്കിൽ ഈ രോഗി തീരുമാനിക്കുകയാണ് ന്യൂറോ സർജനെ കാണണമെന്ന്, അല്ലേ? അതെ, അതാണ് സംഭവിക്കുന്നത്. അതെ. ഒരു മുട്ടുവേദന വന്നാൽ, ഒരു കാലുവേദന വന്നാൽ നമ്മൾ ഓർത്തോ സർജനെ കാണണമെന്ന് രോഗി അങ്ങ് തീരുമാനിക്കുകയാണ്, അവരാണ്. പക്ഷെ അതിനാദ്യം നമ്മളൊരു ഒരു ഒരു പ്രൈമറി ഒരു ഹെൽത്ത് സെൻ്ററിലോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഡോക്ടറെ കാണിച്ചിട്ട്, അല്ലേ? അതല്ലേ ശരിക്കും വേണ്ടത്? തീർച്ചയായിട്ടും ഒരു അവയർനെസ് സമൂഹത്തിൽ നമ്മൾ കൊടുക്കണ്ടേ? അവയർനെസ് കൊടുക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ സാർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ്. യെസ്. പക്ഷേ OP സേവനങ്ങൾക്ക് ഇൻഷുറൻസ് വളരെ കുറവാണ്. IP ആയിട്ട് കിടത്തുന്ന കേസുകളിൽ ഇൻഷുറൻസ് കിട്ടുകയേക്കാം, പക്ഷേ OP ആയിട്ട് പോകേണ്ട കേസുകൾക്ക് ഇൻഷുറൻസ് കുറവാണ്. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഒരു 60% മുകളിലും ഈ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്ന കേസുകളാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അതൊരു സ്റ്റെപ്പ് വൈസ്, പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡറി ഹെൽത്ത് കെയർ, ടെർഷറി ഹെൽത്ത് കെയർ എന്നുള്ള ആ ഒരു ഡിമാർക്കേഷൻ വേണം. അപ്പോൾ പ്രൈമറിയിൽ പോകേണ്ടവർ പ്രൈമറിയിൽ പോവാം, അവിടുന്ന് എക്സ്പേർട്ട് കെയർ വേണം എന്നുള്ള പേഷ്യൻസ് മാത്രമേ ഈ സെക്കൻഡറിയിലും ടെർഷറിയിലും പോകാൻ പാടുള്ളൂ. ഒരു നിബന്ധന വെക്കണം, അല്ലേ? ആ ഒരു നിബന്ധന വേണം. ഗവൺമെന്റിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, പക്ഷെ എല്ലാവരും ഫോളോ ചെയ്യുന്നില്ല. ഒരു വലിയൊരു സമൂഹം ഗവൺമെന്റിലല്ല, പ്രൈവറ്റിലാണ് പോകുന്നത്. അപ്പോൾ ആ പ്രൈവറ്റിലും ഈ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ അവിടെ വലിയ സെൻറ്ററിലേക്ക് ആളെ കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ ഒരു മുറി ആവരുത് ഈ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ കൊടുക്കേണ്ട കെയർ അവിടെ തന്നെ കൊടുക്കണം. അതിൽ പറ്റാത്തത് മാത്രമാണ് ഹയർ സെൻറ്ററിലേക്ക് പോകേണ്ടത്.